തീർച്ചയായിട്ടും ये तो ट्रेलर है, पूरा पिक्चर अभी बाकी है. തീർച്ചയായിട്ടും അത് നിങ്ങൾ സമീപകാലത്ത് മറ്റ് പാർട്ടികൾ വിട്ട് കോൺഗ്രസിലെത്തിയ 3 പേരാണ് എന്നോടൊപ്പം ഉള്ളത്. എ സുരേഷ്, സന്ദീപ് വാര്യർ, ഹസ്കർ. എന്തായാലും സന്ദീപിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ താങ്കൾ BJP-യിൽ നിന്നാണ്, മറ്റ് 2 പേര് CPM-ന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ്. അപ്പോൾ ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷ? ഞാൻ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിയിട്ട് ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞു. വളരെ വിശാലമായിട്ടുള്ള ജനാധിപത്യ പ്ലാറ്റ്ഫോമിൽ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ജനാധിപത്യ അവകാശങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് അനുഭവിച്ചറിയാൻ 1.5 വർഷക്കാലത്തോളം കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് ഈ രാജ്യത്തിന് ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസിൻ്റെ തിരിച്ചറിവ് രാജ്യവും കേരളവും ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 1.5 വർഷക്കാലം കേരളത്തിലുടനീളം ഗ്രാമാന്തരങ്ങളിലൂടെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി യാത്ര ചെയ്ത ഒരാൾ നിലനിൽക്കെ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു മടങ്ങിവരവ് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഒരു വലിയ തരംഗമായിട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം ആഞ്ഞടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച, അതിനേക്കാൾ ശക്തമായൊരു തരംഗം, ശക്തമായിട്ടുള്ളൊരു UDF-ൻ്റെ കൊടുങ്കാറ്റ് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ആഞ്ഞടിക്കാൻ പോവുകയാണ്. ഇത് രാജ്യത്ത് തന്നെ മതനിരപേക്ഷ ശക്തികൾക്ക് വലിയ കരുത്ത് നൽകുന്നൊരു വിജയമായിരിക്കും. കോൺഗ്രസിൻ്റെ ഒരു തിരിച്ച് വരവ് കേരളത്തിൽ നിന്ന് തുടങ്ങും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് സൈദ്ധാന്തിക തലത്തിൽ തന്നെ BJP ഉയർത്തുന്ന ഫാസിസ്റ്റ് വെല്ലുവിളി നേരിടാൻ കേരളത്തിൻ്റെ മണ്ണാണ് ഏറ്റവും കൃത്യമായിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതിനനുസരിച്ചിട്ടുള്ള അതിന് പാകത്തിലുള്ളൊരു വിജയം ഉണ്ടാവും. മറ്റൊന്ന്, രാജ്യത്ത്